ചരിത്രത്തിൽ പല കില്ലർമാരുണ്ടായിട്ടുണ്ട്. അവരെല്ലാം പോലീസിനെ ഭയന്ന് ഇരുട്ടിൽ ഒളിച്ചിരിക്കാറാണ് പതിവ്. എന്നാൽ ഇയാൾ അങ്ങനെയല്ല. ഇയാൾ പോലീസിനെ വെല്ലുവിളിച്ചു, പത്രങ്ങൾക്ക് കത്തയച്ചു. ഞാനിന്ന് 2 പേരെ കൊന്നു, അടുത്തത് ആരെ കൊല്ലണം എന്ന് ചോദിച്ച് ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി കളിയാക്കി. സ്വന്തം പേര് വെളിപ്പെടുത്താതെ വിചിത്രമായ കോഡുകളും ചിഹ്നങ്ങളും അയച്ച് പോലീസിനെ വട്ടം കറക്കിയ ഒരേയൊരു കുറ്റവാളി. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ വിറപ്പിച്ച ആ മനുഷ്യൻ. ദിസ് ഈസ് ദി സോഡിയാക് സ്പീക്കിംഗ് എന്ന വാക്കുകൾ കേട്ടാൽ ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെടുമായിരുന്നു. 5 പേരെ കൊന്നു എന്ന് പോലീസ് ഒഫീഷ്യലായി പറയുന്നു. പക്ഷെ 37 പേരെ കൊന്നു എന്ന് ഇയാൾ അവകാശപ്പെടുന്നു. 50 വർഷം കഴിഞ്ഞിട്ടും ഇയാൾ ആരാണെന്ന് നമുക്കറിയില്ല. ഇതാണ് ദി സോഡിയാക് കില്ലർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വേട്ട തുടങ്ങിയത് 1968 ഡിസംബർ 20-നാണ്. ക്രിസ്മസിന് തൊട്ട് മുമ്പ്. ലേക്ക് ഹെർമാൻ റോഡ് എന്ന വിജനമായ സ്ഥലം. അവിടെ കാറ് പാർക്ക് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഡേവിഡ് ഫാരഡേയും ബെഡ്ലി ജെൻസണും. പെട്ടെന്ന് മറ്റൊരു കാറ് അവരുടെ അടുത്ത് വന്ന് നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ ഒരു ദാക്ഷിണ്യം പോലും ഇല്ലാതെ ആ കുട്ടികൾക്ക് നേരെ വെടിയുതിർത്തു. പോലീസ് വിചാരിച്ചത് ഇതൊരു സാധാരണ കൊലപാതകമാണെന്നാണ്. ഡ്രഗ്സ് അല്ലെങ്കിൽ മുൻ വൈരാഗ്യം. എന്നാൽ കൃത്യം 6 മാസം കഴിഞ്ഞ് 1969 ജൂലൈ 4-ന് ഇതേ സംഭവം ആവർത്തിച്ചു. ഇത്തവണ സ്ഥലം ദി ബ്ലൂ റോക്ക് സ്പ്രിങ്സ്. ഡാർലിൻ ഫെറിൻ എന്ന യുവതിയും മൈക്ക് മാർഷോ എന്ന യുവാവും കാറിലിരിക്കുമ്പോൾ ഒരു ടോർച്ച് വെളിച്ചം അവരുടെ മുഖത്തേക്ക് അടിച്ചു. പോലീസ് ആണെന്ന് കരുതി അവർ ID കാർഡ് എടുക്കാൻ നോക്കി. പക്ഷെ വന്നത് പോലീസ് അല്ലായിരുന്നു. 9mm ലൂഗർ പിസ്റ്റൽ ഉപയോഗിച്ച് അയാൾ തുരുതുരാ വെടിവെച്ചു. ഇവിടെയാണ് സോഡിയാക്കിന്റെ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൃത്യം കഴിഞ്ഞ് 40 മിനിറ്റിനുള്ളിൽ വാലജോ പോലീസ് സ്റ്റേഷനിലെ ഫോൺ ബെല്ലടിച്ചു. അപ്പുറത്ത് ഒരു ഗാംഭീര്യമുള്ള ശബ്ദം. ഞാൻ 2 പേരെ വെടിവെച്ചു. കഴിഞ്ഞ വർഷം ആ കുട്ടികളെ കൊന്നതും ഞാനാണ്. ഇത്രയും പറഞ്ഞ അയാൾ കോൾ കട്ട് ചെയ്തു. പോലീസ് ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു. ആ ഫോൺ ബൂത്തിൽ നിന്ന് പോലീസ് ഫിംഗർ പ്രിന്റ്സ് എടുത്തെങ്കിലും അത് മാച്ച് ചെയ്യാൻ ഇന്നുവരെയും ആരെയും കിട്ടിയിട്ടില്ല. മൈക്ക് മഷോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അയാളാണ് സോഡിയാക്കിനെ ആദ്യമായി കണ്ട ദൃക്സാക്ഷി. കൊലപാതകത്തെക്കാൾ സോഡിയാക്കിന് ലഹരി നൽകിയത് പ്രശസ്തിയായിരുന്നു. സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിൾ ഉൾപ്പെടെയുള്ള 3 പത്രങ്ങൾക്ക് അയാൾ കത്തുകൾ അയക്കാൻ തുടങ്ങി. ദിസ് ഈസ് ദി സോഡിയാക് സ്പീക്കിംഗ് എന്നായിരുന്നു എല്ലാ കത്തുകളുടെയും തുടക്കം. കൂടെ വിചിത്രമായ 408 ചിഹ്നങ്ങൾ അടങ്ങിയ കോഡുകളും. അയാൾ ഭീഷണിപ്പെടുത്തി, ഈ കോഡ് നിങ്ങൾ പത്രത്തിൽ അച്ചടിച്ചില്ലെങ്കിൽ ഞാൻ ഇനിയും ആളുകളെ കൊല്ലും. ആ കോഡിൽ എൻ്റെ പേരുണ്ടെന്ന് അയാൾ അവകാശപ്പെട്ടു. പോലീസും FBI-യും CIA-യും പരാജയപ്പെട്ടു. പക്ഷെ ഒരു സ്കൂൾ അധ്യാപകനായ ഡൊണാൾഡ് ഹാർഡനും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് ഒരാഴ്ച കൊണ്ട് ആ കോഡ് ഡീകോഡ് ചെയ്തു. അതിൽ അയാൾ പറഞ്ഞത് ഇതായിരുന്നു: മനുഷ്യരെ കൊല്ലാൻ എനിക്കിഷ്ടമാണ്, കാരണം അത് കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടുന്നതിനേക്കാൾ രസകരമാണ്. ഞാൻ മരിക്കുമ്പോൾ ഈ കൊല്ലപ്പെട്ടവരെല്ലാം എൻ്റെ അടിമകളായി സ്വർഗത്തിൽ വരും. അതെ, അയാൾക്ക് മാനസികമായി എന്തോ വലിയ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ ആ കത്തിലും അയാൾ പേര് വെളിപ്പെടുത്തിയില്ല. പേരിന്റെ സ്ഥാനത്ത് അയാൾ നൽകിയത് ആ ചിഹ്നം മാത്രമാണ്, ഒരു ക്രോസ് സർക്കിൾ സിമ്പൽ. സോഡിയാക്കിന്റെ ഏറ്റവും ഭയാനകമായ രൂപം ലോകം കണ്ടത് 1969 സെപ്റ്റംബർ 27-നാണ്. ലേക്ക് ബെറീസയിൽ പിക്നിക് ആഘോഷിക്കാൻ വന്ന ബ്രയാൻ ഹാർട്ട്നൽ, സെസിലിയ ഷെപ്പേർഡ് എന്നീ കമിതാക്കൾ. അവർ നോക്കുമ്പോൾ മരങ്ങൾക്കിടയിൽ നിന്നൊരു രൂപം വരുന്നു. കറുത്ത വസ്ത്രം, മുഖം മറയ്ക്കാൻ ഒരു ആരാച്ചാരുടെ തൊപ്പി, നെഞ്ചിൽ വെളുത്ത നിറത്തിൽ ആ ചിഹ്നം, ദി സോഡിയാക് സിംബൽ. അയാൾ അവരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി. ബ്രയാൻ ചോദിച്ചു, നിങ്ങൾക്ക് പണമാണോ വേണ്ടത്? അയാൾ പറഞ്ഞു, ഞാൻ ജയിലിൽ നിന്ന് ചാടിയതാണ്, എനിക്ക് പണവും കാറും വേണം. അയാൾ ഒരു കയറ് കൊടുത്ത് ബ്രയാനോട് സെസിലിയെ കെട്ടിയിടാൻ പറഞ്ഞു. പിന്നീട് അയാൾ തന്നെ ബ്രയാനെയും കെട്ടിയിട്ടു. പണം മോഷ്ടിക്കാനാണ് വന്നതെന്ന് അവർ കരുതി. പക്ഷെ അയാൾ ഒരു വലിയ കത്തി പുറത്തേക്കെടുത്തു. പോലീസ് റിപ്പോർട്ട് പ്രകാരം ബ്രയാനെ 6 തവണയും സെസിലിയെ 10 തവണയും അയാൾ കത്തി കൊണ്ട് കുത്തി. അവർ മരിച്ചു എന്ന് കരുതി അയാൾ നടന്നുപോയി. പോകുന്ന പോക്കിൽ അവരുടെ കാറിന്റെ ഡോറിൽ അയാൾ ഒരു മെസ്സേജ് എഴുതി വെച്ചു. താൻ നടത്തിയ കൃത്യങ്ങളുടെ തീയതികൾ. അതൊരു ഓട്ടോഗ്രാഫ് പോലെയായിരുന്നു. ബ്രയാൻ ഹാർട്ട്നൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അയാളാണ് സോഡിയാക്കിന്റെ വേഷത്തെക്കുറിച്ച് പോലീസിന് റിപ്പോർട്ടുകൾ നൽകിയത്. ആദ്യത്തെ കോഡ് പൊളിച്ചതോടെ സോഡിയാക്ക് രണ്ടാമതൊരു കോഡ് അയച്ചു, C340. 340 അക്ഷരങ്ങൾ, 51 വർഷം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോഗ്രാഫർമാർ, FBI, കമ്പ്യൂട്ടർ ജീനിയസുകൾ, ആർക്കും അത് വായിക്കാൻ കഴിഞ്ഞില്ല. പലരും പറഞ്ഞു ഇതിനർത്ഥമില്ല, ഇത് വെറുതെ എഴുതിയതാണെന്ന്. ഒടുവിൽ 2020 ഡിസംബറിൽ ഡേവിഡ് ഒറാൻചാക്ക് എന്ന വെബ് ഡിസൈനറും സംഘവും ആ കോഡ് പൊളിച്ചു. അയാൾ അതിൽ പേരൊളിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് എല്ലാവരും കരുതി. പക്ഷെ 51 വർഷത്തിന് ശേഷം നമ്മളത് വായിച്ചപ്പോൾ അതിലുണ്ടായത് ഇതാണ്: എന്നെ പിടിക്കാൻ നിങ്ങൾ പാടുപെടുന്നു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. TV ഷോയിൽ എന്നെക്കുറിച്ച് വിളിച്ചു പറഞ്ഞത് ഞാനല്ല. ഞാൻ ഗ്യാസ് ചേംബറിനെ ഭയപ്പെടുന്നില്ല, കാരണം
അതെന്നെ സ്വർഗത്തിലേക്ക് വേഗം എത്തിക്കും. അതെ, അത്രയും കാലം കാത്തിരുന്നിട്ടും അതിൽ അയാളുടെ പേരുണ്ടായിരുന്നില്ല. ടെക്നോളജി ഇത്രയും വളർന്നിട്ടും അയാൾ വീണ്ടും പോലീസിനെ തോൽപ്പിച്ചു. ഈ കോഡ് ഉണ്ടാക്കിയ രീതി അക്കാലത്ത് പട്ടാളക്കാർക്ക് മാത്രം അറിയാവുന്ന ഒന്നായിരുന്നു. ആരായിരുന്നു സൂഡേക്? 2500-ലധികം ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു. പക്ഷെ എല്ലാ തെളിവുകളും വിരൽ ചൂണ്ടിയത് ഒരാളിലേക്കായിരുന്നു, ആർത്തർ ലീ അലൻ. ഒരു സ്കൂൾ ടീച്ചറായിരുന്ന ഇയാളെ കുട്ടികളെ ഉപദ്രവിച്ചതിന് പുറത്താക്കിയിരുന്നു. എന്തുകൊണ്ട് അലൻ? ഒന്ന്, ദി വാച്ച്. അലൻ ധരിച്ചിരുന്നത് സൂഡേക് എന്ന ബ്രാൻഡിന്റെ വാച്ചായിരുന്നു. ആ വാച്ചിന്റെ ലോഗോ ആണ് കൊലയാളിയുടെ ചിഹ്നമായി ഉപയോഗിച്ചിരുന്നത്. രണ്ടാമത്തത് ദി ബൂട്ട്സ്. ലേക്ക് പോലീസിൽ കണ്ടെത്തിയ ഷൂസിന്റെ പാടുകൾ അലന്റെ ഷൂസുമായി മാച്ചായിരുന്നു. 3, ദി കൺഫഷൻ. കൊലപാതകം നടക്കുന്നതിന് മുൻപ് അലൻ തന്റെ സുഹൃത്തായ ഡോൺ ചെന്നിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ കുറച്ചുപേരെ കൊല്ലാൻ പോകുന്നു. ഞാൻ പോലീസിന് കത്തുകൾ അയക്കും. ഞാൻ എന്നെ തന്നെ സൂഡിയാക് എന്ന് വിളിക്കും. പോലീസ് പലതവണ അലന്റെ വീട് റെയ്ഡ് ചെയ്തു. ബോംബ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും തോക്കുകളും കണ്ടെടുത്തു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഹാൻഡ് റൈറ്റിംഗ്. അത് സൂഡിയാക്കിന്റെ കത്തുകളുമായി മാച്ചായിരുന്നില്ല. അതുകൊണ്ട് പോലീസിന് അലനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. 1992 അലൻ ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചു. ആർത്തർ ലീ അലൻ ആയിരുന്നോ സൂഡിയാക്? അതോ ഗേരി ഫ്രാൻസിസ് പോസ്റ്റേ എന്ന മറ്റൊരു വ്യക്തിയാണോ എന്ന് ഇപ്പോൾ ചിലർ സംശയിക്കുന്നു. DNA സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സൂഡിയാക് അയച്ച കത്തുകളുടെ സ്റ്റാമ്പിന് പിന്നിലെ ഉമിനീരിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു വ്യക്തമായ DNA കിട്ടിയാൽ ഈ രഹസ്യം ചുരുളഴിയും. പക്ഷെ അതുവരെ സൂഡിയാക് കില്ലർ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് അയാൾക്ക് 90 വയസ്സ് കഴിഞ്ഞു കാണും. മനുഷ്യന്റെ ബുദ്ധിശക്തി തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് എത്രത്തോളം ഭീകരമാകുമെന്നതിന് ഉദാഹരണമാണ് സൂഡിയാക്. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ തിയറി എന്താണ്? കമന്റ് ചെയ്യുക. ഇത്തരം മിസ്റ്ററികൾ ഇനിയും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അബൈ സൈനിങ് ഓഫ്.